നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്. അത് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം. അതിന് എൻ്റെ കോഴ്സും മേടിക്കേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട, ലിങ്ക് കമൻറ്റും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, മിണ്ടാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വലുതാക്കിയാലും മതി. അപ്പോൾ നിങ്ങളുടെ പേരൊക്കെ നിങ്ങൾ CEO ഓൺട്രപ്രണർ എന്നൊക്കെ പറഞ്ഞ് മാഗസിൻ്റെ കവറിൽ വരും. അങ്ങനെ ഭയങ്കര സംഭവമൊക്കെ ആയിരിക്കും. നിങ്ങളെ പൊക്കി അടിക്കും എല്ലാവരും കൂടെ. എന്നിട്ട് നിങ്ങൾ കുറേ സെലിബ്രിറ്റീസിനെ വിളിക്കും, പരസ്യം ചെയ്യും, കുറേ പൈസ മാർക്കറ്റിങ്ങിനൊക്കെ ചിലവഴിക്കും. അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കാണിക്കും. എന്നിട്ട് ആൾക്കാർ കുറേ പൈസ കൊണ്ട് ഇടും. അവർ കുറേ കോയിൻസ് മേടിക്കും, ബിറ്റ് കോയിൻ, എത്തീരിയം, അത് ഇത് എന്നൊക്കെ മേടിച്ച് അവർ ആ വാലറ്റിൽ വെക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം രാവിലെ എണിച്ചിട്ട് പറയും, എൻ്റെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആരോ വന്ന് ഹാക്ക് ചെയ്തു, $44 മില്യൺ ആരോ അടിച്ചുകൊണ്ട് പോയി. ആരാണെന്ന് അറിയില്ല, ഹാക്കേഴ്സ് ആണല്ലോ, അത് നോർത്ത് ഇന്ത്യൻ, ഇറാനിയൻ, അമേരിക്കൻ എന്നൊക്കെ ചുമ്മാ പറഞ്ഞാൽ മതി. ഹാക്കേഴ്സ് ആരാന്ന് ആർക്കും അറിയില്ലല്ലോ. പിന്നെ ബാങ്കിൽ നിന്ന് കൊള്ളടിച്ചിട്ട് പോണ പോലെയല്ല, ഈ കോയിൻസ് ആരെവിടെ എന്ത് ചെയ്യണമെന്ന് ഒരാൾക്കും അറിയാൻ പറ്റില്ല. അതിങ്ങനെ മൂവ് ചെയ്യണത് മാത്രം കാണാൻ പറ്റും, അല്ലാതെ ആരും എവിടേക്ക് പോയി എന്നൊന്നും അറിയാൻ പറ്റില്ല. അൺട്രേസബിൾ ആണ്, അതുകൊണ്ട് സേഫാണ്. ആരും നിങ്ങളെ സംശയിക്കുകയില്ല. എല്ലാ നാട്ടുകാരനും ഒരു തവണ മണ്ടന്മാരാക്കുക, 2 തവണ മണ്ടന്മാരായി കഴിഞ്ഞാൽ പിന്നെ അത് ആരുടെ കുറ്റമാണ്? നമ്മുടെ മാത്രം കുറ്റമല്ലേ. ഇത്രയും പറയാൻ കാരണം ജൂലൈ 19 CoinDCX എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഹാക്ക് ആയിരിക്കുകയാണ്. $44 മില്യൺ, അത് 378 കോടി രൂപയായിട്ട് വരും. അത് ആരോ കൊണ്ടുപോയി എന്നാണ് കമ്പനിക്കാർ പറയുന്നത്. സാക്ക് XPT എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എത്തിക്കൽ ഹാക്കർ പോലത്തെ ഒരു യൂസർ ഉണ്ട് എക്സിൽ. പുള്ളി 17 മണിക്കൂർ മുന്നേ ഇത് പോസ്റ്റ് ഇട്ടു, ഇന്ത്യൻ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഹാക്ക് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് കമ്പനി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. കമ്പനിക്കാർ പറയുന്നത് ആൾക്കാരുടെ യൂസേഴ്സിൻ്റെ വാലറ്റ് എന്നല്ല, അത് കോൾഡ് സ്റ്റോറേജ് സേഫ് ആണത്ര. ഇവർ പോയിരിക്കുന്നത് പാർട്ട്ണർ എക്സ്ചേഞ്ചിൻ്റെ അടുത്ത് കൊടുക്കാൻ വെച്ചിരുന്ന, ലിക്വിഡിറ്റി ആക്കി വെച്ചിരിക്കുന്ന കുറച്ച് കോയിൻസ് ആണ് പോയിരിക്കുന്നത്. എത്തീരിയം, സൊളാനയാണ് പോയിരിക്കുന്നത് എന്നാണ് കമ്പനി പറയുന്നത്. ആരാണ് ഹാക്കറിന് കണ്ടുപിടിച്ചു കൊടുത്ത 11 മില്യൺ, 25% തരാമെന്നും കമ്പനി പറയുന്നുണ്ട്. അവർക്ക് പിടിക്കാനൊന്നും വയ്യ, ഇനി നമ്മൾ ഇവരെ പിടിച്ചു കൊടുക്കണം. എങ്ങനെയുണ്ട്? ഇത് ആദ്യമായിട്ടല്ലാന്ന് പറഞ്ഞു. ജൂലൈ 2024 235 മില്യൺ വസീറിക്സിൻ്റെ, ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും ലീഡിങ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയിട്ടുള്ള വസീറിക്സിൻ്റെ ഇതേപോലെ ഹാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അന്ന് പറഞ്ഞത് നോർത്ത് കൊറിയ എന്നുള്ള ഏതോ ഹാക്കേഴ്സ് കൊണ്ടുപോയി, അത് നമുക്കിതൊന്നും അറിയില്ല, ആരോ കൊണ്ടുപോയിരുന്നാണ് അന്ന് പറഞ്ഞത്. അമേരിക്കയിൽ FTX എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ചേഞ്ച് പൂട്ടിയ കാര്യം അറിയാലോ. സാം ബാങ്ക്മാൻ ഫ്രീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായി, പുള്ളി ഇപ്പോൾ ജയിലിലാണ്. അവിടെ ജയിലിലെങ്കിലും പിടിച്ചിടും. ഇവിടെ അതുപോലും ഇല്ല. ഇവിടെ എന്ത് പറഞ്ഞാലും ഹാക്കായി എന്ന് പറയാം.